ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ പല സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഷെയർ മാർക്കറ്റ് ചാനലിൽ ഇങ്ങനെ ഒരു സ്കീമിൻ്റെ ആവശ്യം എന്തെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു പോൾ ഇട്ടിരുന്നു, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത ഒരു പോളായിരുന്നു അത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം എന്നായിരുന്നു കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. പോസ്റ്റ് ഓഫീസ് സ്കീമിനെ കുറിച്ച് നമുക്ക് പലർക്കും അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് പറഞ്ഞത് അത് ഗവൺമെൻറ് അണ്ടറിൽ തന്നെ വരുന്നതുകൊണ്ട് അത് സേഫ്റ്റിയാണ്. ഇതിൻ്റെ സേഫ്റ്റിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. സേഫാണ്, ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് എന്നെല്ലാം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സേഫ്റ്റീൻ്റെ ഒരു ഇതുണ്ട്, പ്രത്യേകത ഉണ്ട്. പക്ഷേ പലർക്കും ഇതിൻ്റെ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഷെയർ മാർക്കറ്റുമായി തുലനം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം വരില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ പല രീതിയിലും ഡൈവേഴ്സിഫൈ ചെയ്യണം. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചുകൂടി എല്ലാ തരത്തിലുള്ള രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കൂടാതെ ഒരു മന്ത്ലി ഇൻകം പ്ലാൻ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പലരും അങ്ങനെയുള്ള സ്കീമിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നല്ലൊരു ലംസം എമൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോയെന്ന്. ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 1 lakh വരെ ഗ്യാരണ്ടി ഉള്ളൂ. അതുകൂടാതെ ചില ബാങ്കുകൾ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടാവും മുംബൈയിലുള്ള ബാങ്ക്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പലർക്കും പണം നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. പക്ഷേ കൂടാതെ ഇത് പോസ്റ്റ് ഓഫീസിലെ ഇൻകം സ്കീം പറയുമ്പോൾ കുറച്ചുകൂടി ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സേഫും കൂടിയാണ്. ആ ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ. പിന്നെ അതായത് മന്ത്ലി ഇൻകം സ്കീം, നിങ്ങൾ ഒരു ലംസം ഒരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് മന്ത്ലി ഒരു എമൗണ്ട് നമ്മുടെ ഇതിന് കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയൊരു എമൗണ്ട് ചിലവിന്, അല്ലെങ്കിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും അതിന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെൻഷനായിട്ട് ഉപയോഗിക്കാം നമുക്കത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അവിടെ സേഫായിട്ട് അവിടെ ഉണ്ടാവും. അതുകൂടാതെ നമുക്കൊരു എമൗണ്ട് മന്ത്ലി ഒരു ഫിക്സഡ് ഇൻകം ആയിട്ട് അതിൽ നിന്നൊരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടുണ്ടാവും. ഇനി POMIS, അതായത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് സേഫാണ്, സേഫ്റ്റിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് ഗവൺമെൻറ് ഡയറക്റ്റ് ഉള്ളതാണ്, അതായത് ഇന്ത്യ പോസ്റ്റിൻ്റെ ആണ്. പിന്നെ ഇതൊരു മന്ത്ലി ഇൻകം സ്കീം എന്ന് അറിയാം നിങ്ങൾക്ക്. എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ഒരു മന്ത്ലി ഇൻകം നമുക്ക് എല്ലാ മാസവും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കീമാണിത്. ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ആർക്കും ഇത് ഓപ്പൺ ചെയ്യാം. സിംഗിളായിട്ടോ ജോയിൻ്റ് അക്കൗണ്ടായിട്ടോ ഓപ്പൺ ചെയ്യാം. സാധാരണ ബാങ്ക് അക്കൗണ്ടിന് തുടങ്ങുന്നതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് മാത്രമേ നമുക്ക് ഇതിൽ ആവശ്യമുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഓരോ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ പല കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒട്ടുമിക്ക ഡൗട്ട്സ് ഇതോടെ ക്ലിയർ ആവും ഇതിൽ നിന്ന്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് വീഡിയോസ് ഇതിൽ കാണാൻ പ്രയാസമായിരിക്കും. ഓക്കെ. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് എമൗണ്ടാണ് നമുക്ക് ഓരോ മാസവും ഇൻകം ആയിട്ട് മന്ത്ലി തരുന്നത്, ഒരു ഫിക്സഡ് എമൗണ്ട്. പിന്നെ ഇതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ആവശ്യമുണ്ട് എന്നുള്ള ആൾക്ക്, പിന്നെ ഒരു വലിയൊരു തുക നിക്ഷേപിക്കാനുള്ള ആൾക്കാർക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗമുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ, ഫേസ്ബുക്ക് പേജ് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കയറി നോക്കാം. അതുകൂടാതെ അപ്സ്റ്റോക്സ് ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനത്തിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കൂടാതെ ഫയർസിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആ ലിങ്ക് വഴി ചെയ്യുന്നവർക്ക്. ഓക്കെ. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോസ്റ്റ് ഓഫീസിൻ്റെ മന്ത്ലി ഇൻകം സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ഇന്ത്യക്കാരായ എല്ലാ റെസിഡൻസിനും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷേ NRIസിന് പറ്റില്ല. പിന്നെ 10 വയസ്സിൽ മുകളിലുള്ള മൈനേഴ്സിന് കൂടി അവരെ പാരൻസിന് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മൈനേഴ്സിന് പാരൻസ് കൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അവർക്ക് ഫണ്ട് തിരിച്ചിട്ടണം. 18 വയസ്സിന് ശേഷം അവർക്ക് ഫണ്ട് എടുക്കാൻ പറ്റും. പക്ഷേ മൈനേഴ്സിൻ്റെ പേരിൽ തുടങ്ങുമ്പോൾ 3 ലക്ഷമാണ് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് എ ടൈം. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ആ 18 വയസ്സായിട്ട് ഫണ്ട് എടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പേരിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം. എന്നിട്ടായിരിക്കും പൈസ എടുക്കുന്നത്. അങ്ങനെ എടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റും നോക്കാം. ഞാനിതിൽ പറഞ്ഞു സിംഗിളായിട്ടും ജോയിൻ്റ് ആയിട്ടും അക്കൗണ്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഒറ്റക്കോ ഏതായാലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ 1500 ആണ്.
സിംഗിളായിട്ടാണെന്നുള്ള അക്കൗണ്ട് ആണെങ്കിൽ 4 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഈ 4 ലക്ഷത്തിന് മന്ത്ലി എത്ര കിട്ടും എന്നുള്ള കാൽക്കുലേഷൻ നമ്മൾ പിന്നെ ചെയ്യുന്നതാണ്. പിന്നെ ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. ഈ ജോയിൻറ്റിൽ 2 ആൾ തന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ വൈഫിനും ഹസ്ബൻഡിനും അങ്ങനെ ആണെന്നില്ല, 3 ആൾക്ക് വരെ ചെയ്യാം. പക്ഷേ ഇതിൽ എത്ര ആൾക്കാർ പൈസ ഇടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഈക്വൽ ഷെയർ ആയിരിക്കും ആ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമിന് ഈക്വൽ ഷെയർ ആയിരിക്കും 3 ആൾക്കുള്ള അവകാശം. ഇനിയിപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഇത് ജോയിൻ്റ് അക്കൗണ്ട് സിംഗിൾ ആക്കണമെങ്കിലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പറ്റും. അങ്ങനെയുള്ള മാറ്റങ്ങളും വരുത്താൻ പറ്റും ഇതിൽ. ഓക്കെ, പിന്നെ ജോയിൻ്റ് അക്കൗണ്ടുള്ള ഗുണം ഇത്ര തന്നെയാണ്, 9 ലക്ഷം വരെ ഇടാൻ പറ്റും. ഇനി പക്ഷേ ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് തുടങ്ങാൻ പറ്റും, 1ൽ കൂടുതൽ അക്കൗണ്ട്സ് തുടങ്ങാൻ പറ്റും. പക്ഷേ എങ്കിലും എത്ര അക്കൗണ്ട് തുടങ്ങിയാലും എല്ലാ അക്കൗണ്ടിലും കൂടിയിട്ടുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4 ലക്ഷം ആവാൻ പാടുള്ളൂ. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റില്ല. ജോയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 9 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാം, അത്ര തന്നെയാണ്. ഓക്കെ, അത് ജോയിൻ്റ് തിരിച്ചാക്കാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും നമുക്ക്. ഇനി പേ ഔട്ട് പറയുന്നത് ഇതിൽ മന്ത്ലി പേ ഔട്ടാണ്, അത് മന്ത്ലി ഇൻകം ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് ആ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്ലി അത് ക്രെഡിറ്റ് ആവും. നമുക്കല്ലെങ്കിൽ ബാങ്കിൽ പോസ്റ്റ് ഓഫീസിൽ എല്ലാ മാസം പോയിട്ട് നമുക്കത് ക്യാഷ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ചെക്കായിട്ടും ആവശ്യപ്പെടാം. പക്ഷേ മിനിമം 100 രൂപയെങ്കിലും ഉള്ള എമൗണ്ടിന് മാത്രമേ ചെക്ക് ആവശ്യപ്പെടാൻ പറ്റൂ. പിന്നെ ഏകദേശം 3 മാസത്തെ ഇതുള്ള ചെക്കാണ് തരുന്നത്. മിനിമം 100 രൂപയെങ്കിലും ഉള്ളതിന് ചെക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ട് വഴി നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 മന്ത് ആവുന്ന സമയത്തായിരിക്കും നമുക്കതിൻ്റെ ഇൻകം കിട്ടി തുടങ്ങുന്നത്. അതായത് മാസത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലല്ല, എപ്പോൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അന്ന് മുതൽ 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങും. ഓക്കെ, ഇനി ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് പറയുന്ന 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. 5 വർഷം കഴിഞ്ഞിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ബാക്കിയുള്ള ലാസ്റ്റ് ഭാഗത്ത് വിവരിക്കുന്നതാണ്. നമുക്ക് 5 വർഷം കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റുന്നത്. ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ചിട്ട് 7.6 പെർ ആനം, ഒരു വർഷത്തിൽ 7.6% ഇപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ്. അത് മന്ത്ലി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ ഇതുള്ളത്. ഇത് പക്ഷേ ചേഞ്ച് ആവാം. നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട്, ഗവൺമെൻറ് നോക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് ഏകദേശം എത്ര ഇൻകം മന്ത്ലി കിട്ടും നോക്കാം. ഏകദേശം 1 lakh ലംസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാസത്തിൽ 633 രൂപ കിട്ടും. 2 lakh 1267. ഇതുവരെ 9 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ഗ്രൂപ്പ് അക്കൗണ്ട് ആണെങ്കിൽ. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് 5700 രൂപ വരെ ഒരു മാസം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റീഇൻവെസ്റ്റ്മെന്റ്. നമുക്കിപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഒന്നുകിൽ നമുക്ക് വീണ്ടും ആ പൈസ വീണ്ടും ഇതേ ഫണ്ടിലേക്ക് തന്നെ ഇടാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത 5 വർഷത്തെ കൂടി ഇതേ ബെനിഫിറ്റ് കിട്ടും. ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയൊരു സ്കീമും കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നുള്ള മാസം കിട്ടുന്ന എമൗണ്ട് ഒരു RD അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. എല്ലാ മാസം കിട്ടുന്ന എമൗണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ, ഇപ്പോൾ സ്ഥിരം എല്ലാ മാസം കിട്ടുന്ന ഇൻകം നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതൊരു RDയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനും ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ പൈസ ഗ്രോ ആയിക്കൊണ്ടുണ്ടാവും. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പുതിയൊരു സ്കീമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമുക്കൊരു SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ആ രീതിയിലും നല്ലൊരു എമൗണ്ട് ആയിട്ട് അതിന് മാറ്റാൻ പറ്റും. നമ്മുടെ ക്യാപിറ്റൽ അവിടെ സേഫാണ്. അതായത് നമ്മുടെ ക്യാപിറ്റൽ പോസ്റ്റ് ഓഫീസിൽ സേഫാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യാനൊരു നല്ലൊരു മെത്തേഡാണ്. ഇനി ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് സിമ്പിളാണ്. ജസ്റ്റ് അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോവുക, എന്നിട്ട് അവിടെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. പിന്നെ ഇതിൻ്റെ ഫോം, POMISൻ്റെ ഫോം അവരോട് വാങ്ങുക, ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കേണ്ടത് ഒരു ID പ്രൂഫ് കൊടുക്കണം, അഡ്രസ് പ്രൂഫ് കൊടുക്കണം, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. സാധാരണ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇത്രയാണ് ആവശ്യമുള്ളത് പ്രധാനമായിട്ട്. ഇപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ഒറിജിനൽ കൂടി കൊണ്ടുപോകുന്നതാണ് നല്ലത് എപ്പോഴും. അതിൻ്റെ കോപ്പിയും കൂടി എടുക്കാം. പിന്നെ വിറ്റ്നസിൻ്റെ സിഗ്നേച്ചർ കൂടി ആവശ്യം വരും. അത് നമുക്ക് അതിൽ സൈൻ ഇടേണ്ടി വരും. ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ കൊടുക്കാൻ പറ്റും. പോസ്റ്റ് ഡേറ്റ് ആയിട്ട് ചെക്കായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ നമുക്ക് അതിൽ ഇടാൻ പറ്റും ആദ്യത്തെ ഡെപ്പോസിറ്റ്. ഇനി ഇതിൽ പ്രീമേച്ചർ ക്ലോഷർ, അതായത് നമുക്കിപ്പോൾ 5 വർഷം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഏകദേശം 1 year മുതൽ 3 yearൻ്റെ ഉള്ളിലാണ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫൈൻ ഉണ്ട്. 2% അതിൽ നിന്ന് അവർ ഫണ്ട് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ
എമൗണ്ടിൽ നിന്ന് 2% അവർ പിടിച്ചെടുത്തിട്ടായിരിക്കും തരുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നുള്ളതെങ്കിൽ 1%ഓളം നമ്മളെ എമൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും തരുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ് അത്ര അധികമൊന്നുമില്ല. എങ്കിലും TDS, അതായത് സോഴ്സിലുള്ള ടാക്സ് ഡിഡക്ഷന് ഇതിലില്ല. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ATC പ്രകാരമുള്ള ടാക്സ് എക്സംഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ ഇതിൽ നിന്നുള്ള ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു ടാക്സ് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ നോമിനേഷൻ ഫെസിലിറ്റി, നമുക്കിതിൽ നോമിനിനെ ആഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്തും നമുക്കൊരു ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്കതിൽ നോമിനിനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നിർഭാഗ്യവശാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ നോമിനിക്ക് ആ ഫണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ആണ്. അതായത് നമ്മുടെ അക്കൗണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകുന്നുണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആണ്, അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. നിങ്ങൾ പോകുന്ന സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് നമുക്ക് ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം തന്നെയാണ് ഇത്. കാരണം ചെറിയൊരു ടൈം ഫ്രെയിമാണ് ഇതിൽ ആവശ്യമുള്ള ഡ്യൂറേഷന്. അതുകൂടാതെ അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, 7 സാധാരണ. കൂടാതെ സേഫാണ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു ഫിക്സഡ് ഇൻകം മന്ത്ലി ആവശ്യമുള്ളവർക്ക് ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്.